വെൽക്കം ബാക്ക്. അപ്പം മൺഡേ ഈവനിങ് ടു നൈറ്റ് വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഒരു റെസിപ്പിയും കുറച്ച് കാര്യങ്ങളായിട്ടുള്ള ഒരു കുട്ടി വ്ളോഗ്. സമയം ഒരു 4 മണിയായി. ചെറുതായിട്ട് വിശന്നപ്പം ഞാൻ ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു, അത് നെയ്യിൽ വരട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും എൻ്റെ പ്രഗ്നൻസിയുടെ സമയം വരെ എനിക്ക് ഏത്തപ്പഴം കണ്ടുകൂടായിരുന്നു. പ്രഗ്നൻസി സമയത്ത് എപ്പോഴും വിശപ്പായിരുന്നു എനിക്ക്. അപ്പം ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ ഏത്തപ്പഴം മേടിച്ച് വെക്കും. എന്നിട്ട് ഒരു ദിവസം തന്നെ ഞാൻ 2-3 എണ്ണം വട്ടത്തിലരിഞ്ഞ് ഇതേപോലെ നെയ്യിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞാനൊരു ഏത്തപ്പഴം ഫാനായിട്ട് മാറിയത്. അപ്പോൾ എന്തായാലും ഇന്നും അങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ എനിക്ക് കുടിക്കാനായിട്ടൊരു ചായ ഉണ്ടാക്കി. ശരിക്കും സാത്തും കൂടി കഴിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ 2 ഏത്തപ്പഴം എടുത്തത്. അത് രണ്ടും എൻ്റെ വയറ്റിൽ തന്നെ പോയി. അങ്ങനെ സമാധാനമായിട്ട് പോയിരുന്നു ചായ കുടിക്കാൻ വിചാരിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ സമാധാനമായിട്ട് കുടിക്കാനോ, നെവർ. കണ്ടില്ല, എൻ്റെ ചായ പാട വരെയായി, നന്നായിട്ട് ചൂടാറിപ്പോയി. സാത്ത് പൂപ്പ് ചെയ്തു. അതെപ്പോഴും അങ്ങനെ അല്ല, നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴായിരിക്കും ഇവർക്ക് നേച്ചേഴ്സ് കോൾ വരുന്നത്. എന്തായാലും അതൊക്കെ ക്ലീൻ ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ബിസ്ക്കറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞു, അത് കഴിക്കാനിരുന്നു. ഞാൻ ഏത്തപ്പഴം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ഭയങ്കര ബോറാല്ലേ. ശരിക്കും മഴക്കാലത്ത് മഴയല്ലേ വേണ്ടതെന്ന് വെച്ചാൽ ആണ്, എങ്കിലും മഴയില്ല. ഇങ്ങനൊരു മൂടിക്കെട്ടിയ അവസ്ഥയാണ്, ഭയങ്കര കാറ്റും അതും. അപ്പോൾ വൈകുന്നേരം തന്നെ ഞാൻ തലേന്ന് വാഷ് ചെയ്തിട്ട് തുണിയൊക്കെ പെറുക്കിയിട്ട് ഇന്ന് വാഷ് ചെയ്തിട്ടതൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇടുക. ഇത് ഞാൻ മുമ്പത്തെ വ്ളോഗിൽ കാണിച്ചിട്ടും പറഞ്ഞിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇന്ന ചെയ്യുക അങ്ങനെ ഒരു ടൈം ടേബിൾ എൻ്റെ മനസ്സിൽ കാണും. അപ്പം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ കണക്കിന് അപ്പം തന്നെ ഞാൻ മടക്കി വെക്കും. കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ കുന്നുകൂടിയിരിക്കുന്നത് പോലെ തോന്നലല്ല, സത്യമാണ്. അപ്പം ഇന്ന് അവൻ്റെ തുണിയൊക്കെ കുറേ മടക്കി വയ്ക്കുമ്പോൾ അവനും വരാം എന്നൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. അത് ഹെൽപ്പല്ല, അതെനിക്ക് ഇരട്ടി പണിയാണ്. എങ്കിലും തുണിയൊക്കെ മടക്കി വെച്ചപ്പോഴത്തേക്കും ഇന്ന് പാർക്കിൽ പോകുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പാർക്കിൽ പോയിട്ട് കളിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ കണക്ക് മഴയായതിനെക്കാട്ടിലും ഇവിടെ ഡെങ്കു ഭയങ്കര കൂടുതലല്ലേ ബാംഗ്ലൂരിൽ. അപ്പോൾ പാർക്കിലൊക്കെ ആണെങ്കിൽ കൊതുക് ഭയങ്കര ശല്യമാണ്. നമ്മൾ എന്തൊക്കെ ഓടമസ് ഇട്ട് പോയാലും അവർക്കത് പുല്ലാണ്, നന്നായിട്ട് കൊതുക് കടിക്കും. അപ്പോൾ അത് മേടിച്ചിട്ട് ഞാൻ അവനെ കൊണ്ടുപോകാറില്ല. അപ്പോൾ അതിന് പകരമുള്ള സാഹസങ്ങളാണ് ഈ കാണുന്നത്. പ്രിട്ടൻഡ് പ്ലേ ആണ് ഇപ്പോഴത്തെ മെയിൻ സാധനം. ഇപ്പോൾ ഐസ്ക്രീം ട്രക്കാണെന്ന് പറഞ്ഞിട്ട് കളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഐസ്ക്രീം വിൽക്കുന്ന ആളെ പോലെയും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നേരം നമ്മൾ കളിച്ചു കേട്ടോ. അപ്പം പിന്നെ ഉള്ളത് പസിൽ. ഈ കളിയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കുള്ള കളിയാണ്. അവൻ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തരും, ഞാൻ കളിക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും സന്ധ്യയ്ക്ക് കുറച്ച് നേരം ഞങ്ങൾ കളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഗ്രോസറീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്, എന്നും ഗ്രോസറീസ് ഓർഡർ ചെയ്യും. എനിക്കെന്നും മേടിക്കാനും കാണും. അതാണ് അതിലെ ഏറ്റവും വലിയ ഒരു ബ്യൂട്ടി. എന്നും കാണും മേടിക്കാൻ. എല്ലാം ഉണ്ട് എന്ന് ഒരു ദിവസം പോലും കാണത്തില്ല. ആമസോണിലാണെങ്കിലും നൈക്കയിലാണെങ്കിലും ഫസ്റ്റ് ക്രൈ എല്ലാ ആപ്പിലും കാർട്ടിലും കുറേ കാണും. അല്ലാതെയും ഞാൻ മേടിക്കുന്നുണ്ട്. എനിക്കറിഞ്ഞൂടാ ഇതെന്താണോ എന്തോ, ഇതൊരു അസുഖമാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. മെയിനായിട്ടുള്ള സാധനം 1-2 ആയിരിക്കും, പിന്നെ എല്ലാം ആഡ് ഓൺസ് ആണ്. അപ്പോൾ കുറച്ച് പച്ചക്കറികളും പിന്നെ അരി, നെയ്യ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു മേടിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാമെന്നുള്ളതാണ്. ഗ്രോസറീസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരുപാട് താമസിക്കാതെ തന്നെ എല്ലാം അതത് സ്ഥലത്ത് അടുക്കി വെക്കും. കുറേ കഴിയുമ്പം പിന്നെ എനിക്ക് മടിയാവും. അപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് ചെയ്യും ആ ഒരു ഫ്ലോയിൽ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അങ്ങ് വെക്കും. ചേന, മത്തങ്ങ, ഇതൊക്കെ ഞാനിങ്ങനെ കട്ട് പീസസാണ് മേടിക്കുന്നത്. കാരണം അല്ലാതെ മേടിക്കുവാണെങ്കിൽ കുറേ ദിവസത്തേക്ക് ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ് പോകും. ഇതാകുമ്പോൾ ഫ്രഷായിട്ട് അപ്പം തന്നെ കട്ട് ചെയ്ത് യൂസ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഞാൻ 1/4 കിലോ ഇങ്ങനെ കട്ട് പീസസാണ് മേടിക്കുന്നത്. അത് അത്ര നല്ലതല്ല എന്ന് എനിക്കറിയാം, എങ്കിലും കൺവീനിയൻസ് നോക്കിയിട്ട് ഞാൻ അങ്ങനെയാണ് മേടിക്കുന്നത്. പിന്നെ നമ്മുടെ പരിപ്പൊക്കെ തീർന്നു, അത് മേടിച്ചു. പിന്നെ മട്ട അരി ഞാൻ ഇന്നലെയാണ് കുറേ ദിവസം കഴിഞ്ഞ് മട്ട അരി എടുത്ത് കുക്ക് ചെയ്യാൻ വെച്ചപ്പോഴത്തേക്ക് അത് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ മേടിച്ചു. ഇപ്പം സമയം ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഈ ഡിന്നർ പ്രിപ്പറേഷൻസും നേരത്തെ തുടങ്ങും. ഞാനൊരു 7 ആകുമ്പോൾ തന്നെ സാത്തു ഡിന്നർ കഴിക്കും. 7:30 ആകുമ്പോൾ തന്നെ ഞാനും ഡിന്നർ കഴിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനുള്ള പ്രിപ്പറേഷൻസാണ്. ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ഫാനൊന്നും അല്ല ഞാൻ, പക്ഷേ സാത്തുവിന് ഭയങ്കര ഇഷ്ടം ചപ്പാത്തിയാണ്. അവൻ എന്ത് വേണം കഴിക്കാമെന്ന് വെച്ചാൽ ആദ്യം പറയുന്നത് ചപ്പാത്തി എന്നാണ്. എനിക്കറിഞ്ഞൂടാ, ഞാനൊക്കെയാണെങ്കിൽ വല്ല ദോശയെന്നോ വല്ലേ പറയത്തുള്ളൂ. പക്ഷേ അവൻ ചപ്പാത്തി എന്നാണ് എപ്പോഴും പറയുന്നത്. സത്യം പറഞ്ഞാൽ വൈകുന്നേരം ഞാൻ പഴം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ തവ എടുത്ത് വെച്ചപ്പോഴത്തേക്കും അവൻ അവിടെ നിന്ന് ചോദിക്കുകയാണെങ്കിൽ അമ്മ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകണം. അപ്പം അവന് കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ എല്ലാവർക്കുമായിട്ട് ഞാനങ്ങ് ഉണ്ടാക്കും. ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ച് വെച്ചപ്പോഴത്തേക്കും സന്ധ്യയായി. 1/2 മണിക്കൂർ എടുത്ത് ഞാൻ കുഴച്ചൊന്നും വെച്ചാൽ ഇല്ല കേട്ടോ. എൻ്റെ മെയ്ഡിൻ്റെ അടുത്ത് ഞാൻ കിന്നാരം പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെയാണ് സമയം പോയത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാവാം എന്ന് ഞാൻ പറഞ്ഞ കണക്ക്. ഇപ്പോൾ എനിക്കൊരു ഫ്ലോ ഉണ്ട്, വിളക്ക് കത്തിക്കാനും മറ്റേ സാമ്പ്രാണി കത്തിക്കാനും. അപ്പോൾ അത് മിസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് കത്തിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തിയിലേക്കുള്ള കറി നോക്കാം. കടച്ചക്ക എന്നല്ലേ പറയുന്നത്, കടച്ചക്ക കറിയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കടച്ചക്ക കറി വെക്കുന്നത്. ആദ്യമൊക്കെ
കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെറൈറ്റി പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ കടച്ചക്കയൊക്കെ കുക്ക് ചെയ്യായിരുന്നു. കടച്ചക്ക, മഷ്റൂം അതൊക്കെ ആദ്യമായിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിലും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ബേസിക് ആയിട്ടുള്ള സാധനം മാത്രമേ ഉണ്ടാക്കാറുള്ളായിരുന്നു. വെറൈറ്റീസ് ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഈ അടുത്ത് ഞാൻ കടയിൽ പോയപ്പോഴാണ് കടച്ചക്ക ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് കൊതിയായിട്ട് ഞാൻ മേടിച്ചു. ശരിക്കും ഇത് മേടിച്ചിട്ട് 3 ദിവസം എങ്ങാണ്ടായെന്ന് തോന്നുന്നു. അത് കാരണം കുറച്ച് പോർഷൻസ് ഒരുമാതിരി കുറച്ച് അളിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും അത് മാത്രം അത്രയും കടച്ചക്ക പോരാ. അപ്പോൾ ഞാൻ കുറച്ച് പൊട്ടറ്റോയും കൂടി, പിന്നെ എന്തിൻ്റെയും കൂടെയും കൂട്ടുകൂടുന്ന ഒരാളാണ് പൊട്ടറ്റോ, അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി അത്രയൊന്നും ഞാൻ എടുക്കത്തില്ല, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കറിവേപ്പില. നമ്മുടെ സാധാ ബേസിക് ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോഴത്തേക്ക് എൻ്റെ കൈ മുറിഞ്ഞു, അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ വിരലൊക്കെ മുറിയുമ്പോഴാണ് സത്യം പറഞ്ഞാൽ അരിയാനുള്ള പാട് മനസ്സിലാവുന്നല്ലേ. ആദ്യമൊക്കെ കുക്കിംഗ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് തന്നെയായിരുന്നു സ്ഥിരം മറ്റേ വെട്ടലും പിന്നെ പൊള്ളിക്കലും ഇതൊക്കെ തന്നെയായിരുന്നു. കുക്കർ എടുക്കുമ്പോൾ പൊള്ളുക, ഇതൊക്കെ സ്ഥിരം ഏർപ്പാടായിരുന്നു എനിക്ക്. ഇപ്പോൾ ശീലമായി. പിന്നെ അതേ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 മീഡിയം സൈസ് സവാള, ഒരു പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ തക്കാളി. അര തക്കാളി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതും പിന്നെ ഒരു തക്കാളിയുടെ പകുതി. അപ്പം ടോട്ടലി ഒരു തക്കാളി നിങ്ങൾ എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇത് പുതിയ പാക്കറ്റ് എണ്ണയാണ്. എന്നെപ്പോലെ നിങ്ങൾക്കും ഈ സ്വഭാവം ഉണ്ടോ എന്ന് പറയണേ. ഈ പാക്കറ്റ് ഞാൻ കളയത്തില്ല. ഒരാഴ്ചയാണെങ്കിലും ഓരോ പ്രാവശ്യം ഞാൻ കുക്ക് ചെയ്യുമ്പോഴും ആ പാക്കറ്റിൽ നിന്ന് ഞാനിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് ഓരോ തുള്ളി വീഴുമ്പോഴും എൻ്റെ വിചാരം ഏതാണ്ട് ഞാനൊരു 1/2 ലിറ്റർ വെളിച്ചെണ്ണ സേവ് ചെയ്തു എന്നുള്ളതാണ്. ആ പാക്കറ്റ് അങ്ങനെ ഞാൻ വെച്ചേക്കും. ഒരാഴ്ചയ്ക്ക് കഴിയുമ്പം അതങ്ങ് ഇനി ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ കളയുന്നത്. അപ്പോഴാണ് ഒരു സമാധാനം. മറ്റേത് പൊട്ടിച്ച് അപ്പോഴേ കളഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുറേ അങ്ങ് വേസ്റ്റാക്കിയ ഒരു ഫീലാണ്. അപ്പോൾ എന്തായാലും കറിയിലോട്ട് വരികയാണെങ്കിൽ സാധാ ഇതാണ്. കടുക് ഞാനിപ്പോൾ പൊട്ടിക്കുന്നില്ല, ലാസ്റ്റ് പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ സവാള, പച്ചമുളക്, കറിവേപ്പില ഇട്ടു. കുറച്ച് കറിവേപ്പില മാറ്റി വെച്ചിട്ടുണ്ട് താളിക്കാൻ വേണ്ടി. പിന്നെ അതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, നിങ്ങൾക്ക് വേണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ പൊടികളിടുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. 1.5 ടീസ്പൂൺ ചേർത്തു. പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, അത് 1.25 ടീസ്പൂണാണ് ചേർത്തത്. പിന്നെ നമ്മുടെ ഗരം മസാല, അത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, അത് ഞാൻ 1 ടീസ്പൂൺ ആദ്യം ചേർത്തു. പിന്നെ ലാസ്റ്റ് കുറച്ച് ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാലയോ വെജിറ്റബിൾ മസാലയോ പല ടൈപ്പ് മസാല കിട്ടുമല്ലോ, ഏതെങ്കിലും ഒന്ന്. എല്ലാവരും കയ്യിൽ ചിക്കൻ മസാല കാണുമായിരിക്കും, അത് കുറച്ച് ചേർക്കുക. നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. പിന്നെ തക്കാളി. ഇതൊക്കെ നമ്മുടെ ഒരു സാധാ മിക്ക കറികളുടെയും ഒരു ഫോമാറ്റ് തന്നെയാണ് ഈ ഒരു സാധനം. അപ്പോൾ നന്നായിട്ട് വഴറ്റി തക്കാളിയുടെ ഒരു ഈർപ്പം ഒരു മസാലയിലേക്ക് കിട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കടച്ചക്കയും പൊട്ടറ്റോയും ചേർത്ത് കൊടുക്കുക. എല്ലാം ക്യൂബ് സൈസായിട്ടാണ് 2 ഞാൻ മുറിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം തിളച്ച വെള്ളം ഇല്ലെങ്കിൽ ചൂടുവെള്ളം എങ്കിലും ഒഴിക്കുക. പച്ചവെള്ളം ഒഴിക്കാതിരിക്കുക, നമ്മൾ ഒരുമാതിരി കറിക്ക് ടേസ്റ്റ് മാറുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചൂടുവെള്ളം കെറ്റലിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒഴിച്ചു, ഉപ്പിട്ടു, കുക്കർ അടച്ചു. നമുക്കൊരു 2-3 വിസിൽ വെക്കാം. അപ്പോൾ കടച്ചക്ക കറി എപ്പോഴും മിക്കവരും വറുത്തരച്ച് ആണല്ലേ വെക്കുന്നത്, ഞാനും അങ്ങനെ വെക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ റെഡിമെയ്ഡ് സാധനം ഉണ്ടായിരുന്നു, റോസ്റ്റഡ് കോക്കനട്ട് മസാല എന്ന് പറഞ്ഞ്. ഈ ഒരു ബ്രാൻഡിൻ്റെ നല്ലതാട്ടോ. ഇതിന് തന്നെ ചിക്കൻ മസാല എന്ന് പറഞ്ഞ് കിട്ടും, തേങ്ങ വറുത്ത കോഴിക്കറി മസാല എന്ന് പറഞ്ഞാൽ അത് അടിപൊളിയാട്ടോ. പക്ഷേ അത് നാട്ടിലേ കിട്ടുള്ളൂ. ഇത് ഞാൻ ഇവിടുന്ന് മേടിച്ചാണ്. ഇത് നാട്ടിലുള്ള ബ്രാൻഡാണ്, ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ചിക്കൻ മസാല അവൈലബിൾ അല്ല. അത് കിട്ടുവാണെങ്കിൽ അത് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ വറുത്തത്, തീയൽ കൂട്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടത്തില്ലേ, അത് തന്നെയാണ് ഇത് തീയൽ കൂട്ടാണ്. പക്ഷേ ഞാൻ ഓൾറെഡി ഇതിൽ മസാലയ്ക്ക് കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയൊക്കെ ചേർക്കുന്നുണ്ട്. കറക്റ്റ് തീയലിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല, ഒരു വറുത്തരച്ച കറിയുടെ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചരച്ചു. നിങ്ങൾക്ക് മറ്റേ മിഴുമിഴ എണ്ണ വേണമെങ്കിൽ വെള്ളം ചേർക്കാതെ അരച്ച് കഴിഞ്ഞാൽ എണ്ണ കിഴിഞ്ഞ് വരും. പിന്നെ ഈ സാധനം വേണമെന്നൊന്നുമില്ല, കുറച്ച് തേങ്ങ എടുത്ത് ഇച്ചിരി വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താലും മതി. എനിക്കതിൻ്റെ മടിയായതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കും, തീയലുണ്ടാക്കാനാണെങ്കിലും എളുപ്പമാണല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തു. ഇല്ലെങ്കിൽ നമ്മുടെ സാധാ തേങ്ങ വറുത്ത് ചെറിയുള്ളിയും പെരിഞ്ചീരകവും എന്തൊക്കെയാണോ വേണ്ട അതിട്ട് നമ്മൾ നന്നായിട്ട് വറുത്ത് അരച്ചെടുത്താലും മതി. അപ്പോൾ 3 വിസിൽ ഞാൻ വെച്ചു. അപ്പോഴത്തേക്കും കിഴങ്ങും നമ്മുടെ കടച്ചക്കയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ അരപ്പ് ചേർത്തു. പിന്നെ ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്തു, ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്തു. അതൊക്കെ നോക്കിയ ശേഷം ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ, നമ്മളിന്ന് താളിച്ച് ഒഴിക്കാന്നുള്ളത്. ഇപ്പം ഞാൻ മേടിച്ച ഈ ഒരു തീയൽ കൂട്ട് അല്ലെങ്കിൽ ഈ ഒരു തേങ്ങ വറുത്തതിൽ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. അപ്പോൾ അത് കാരണമാണ് ഞാൻ ശരിക്കും കാശ്മീരി മുളക് പൊടി ചേർത്തത്. സാധാ മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം, നിങ്ങൾ നമ്മളെ നോർമൽ തേങ്ങ വറുക്കുകയാണെങ്കിൽ. പച്ചമുളക് അഡ്ജസ്റ്റ് ചെയ്യുക, അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ചോയ്സാണ്. ഇപ്പോൾ തീയൽ കൂട്ടായതുകൊണ്ടാണ് ഞാൻ അവസാനം താളിക്കുന്നതിന് ജസ്റ്റ് മുന്നേ ചിക്കൻ മസാലയും ഗരം മസാലയും ഒന്നും കൂടി കറിയുടെ മുകളിലിടും. എന്നിട്ട് താളിപ്പ് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പൊടിയുടെ പച്ചമണം മാറുകയും ചെയ്യും, കറക്റ്റ് ഒരു മസാലയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും.
അപ്പം എരിവ് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. അതുകൊണ്ട് ഞാൻ താളിപ്പിൽ നമ്മുടെ വറ്റൽ മുളക് ചേർക്കുന്നില്ല. അത്യാവശ്യം കുറച്ച് എരിവുണ്ട്, ഒത്തിരി ഇല്ല എങ്കിലും കറക്റ്റാണ് എരിവ്. ഇനിയിപ്പം വറ്റൽ മുളകിൻ്റെ ആവശ്യമില്ല. അപ്പോൾ താളിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കടച്ചക്ക കറി റെഡി. അപ്പോൾ ഇത് കുക്കറിൻ്റെ ഏകദേശം പകുതിയോളം ഞാൻ വെച്ചിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഉദ്ദേശം അത് തന്നെയാണ്, അടുത്ത ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ട്യൂസ്ഡേ ആണ്, ഇന്ന് ലഞ്ചിന് ഞാൻ എടുത്തത് ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വന്നത്. കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും 6:30 ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം അവൻ്റെ കൂടെ പോയിരുന്ന് കളിച്ചു. വീട്ടിലൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് വന്നിട്ടാണ് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ആദ്യം അവന് കൊടുത്തു, പിന്നെ ഞാൻ എനിക്കുള്ള ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി കഴിച്ചു. എനിക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ കാസറോള് ചെറുവിന് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കി വെക്കും. കാരണം ചപ്പാത്തി ഒറ്റ സ്ട്രെച്ചിന് അങ്ങ് ഉണ്ടാക്കി തീർക്കുന്നതാണ് എനിക്കിഷ്ടം. അല്ലാതെ കാരണം പുള്ളി വരുമ്പോൾ ഇപ്പോൾ ലേറ്റ് ആവണേ പിന്നെ ഇരുന്ന് പരത്താനും ചൂടാനും ഒക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം കിച്ചൺ ക്ലീൻ ചെയ്യാൻ. അപ്പോൾ എല്ലാം ഡിലേ ആവുന്നുള്ളതുകൊണ്ട് കാസറോള് ചുട്ട് വെച്ചിട്ട് എനിക്കുള്ളതും കൂടി ഞാൻ കഴിച്ചു. അപ്പോൾ എൻ്റെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ശരിക്കും ഞാൻ വേസ്റ്റ് പകലാണ് കളയാറ്, പക്ഷേ രണ്ടും നിറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രൈ വേസ്റ്റും വെറ്റ് വേസ്റ്റും. അപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട് വരാം. ഇനിയിപ്പോൾ രാവിലെ ആകുമ്പം അല്ലെങ്കിൽ പിന്നെ ഫുഡ് വേസ്റ്റൊക്കെ ഇരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നു. പിന്നെ ഇപ്പോൾ പതുക്കെ എൻ്റെ നൈറ്റ് റൂട്ടീനാണ് ക്ലീനിങ്ങും അറേഞ്ചിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെയാണ്. അപ്പം എൻ്റെ ഗാർബേജ് ബാഗ് തീർന്നു. ഞാൻ ഷാലിമർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഗാർബേജ് ബാഗാണ് മേടിക്കുന്നത്, നല്ലതാണ്. അപ്പോൾ ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരാൾ തകൃതിയായിട്ട് ലിവിങ് റൂം ക്ലീൻ ചെയ്യാണ്. ഇത് ഫാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ് മീഷോയിൽ നിന്ന്. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എന്തായാലും ആൾക്ക് കളിക്കാനായിട്ട് ആളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിൽ പോയി സിങ്കൊക്കെ കഴുകുകയാണ്. ഞാൻ പാത്രം ഒന്നും കഴുകുന്നില്ല, കണ്ടില്ലേ തലേന്ന് ഓൾറെഡി അന്നത്തെ ദിവസം വാഷ് ചെയ്തു. ഞാൻ എന്തേ പറയുന്നത്, ഓൾറെഡി വാഷ് ചെയ്ത പാത്രം നമ്മുടെ ഡിഷ് റാക്കിൽ, എനിക്ക് വയ്യ, ഫ്ലോ അങ്ങ് പോയി, ഡിഷ് റാക്കിൽ നിറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ വെള്ളം ഇപ്പോഴും ഉണ്ട്, അപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കഴുകത്തില്ല. അപ്പോൾ ആൻറ്റി രാവിലെ വന്ന് വാഷ് ചെയ്യും. അപ്പോൾ ഞാൻ സിങ്ക് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടിട്ട് ഇപ്പം നമ്മൾ ഡിന്നർ കുക്ക് ചെയ്ത പാത്രങ്ങളും കഴിച്ച പ്ലേറ്റും ഒക്കെ അതിലെ ഫുഡ് വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട് കൊണ്ടുപോയിടും. അപ്പോൾ രാവിലെ വന്നിട്ട് ആൻറ്റി ക്ലീൻ ചെയ്തോളും. ഇപ്പോഴാണ് ഫ്ലോ കിട്ടിയത്. പിന്നെ നോർമൽ നമ്മുടെ എന്താ പറയുക കിച്ചൺ ക്ലീനിങ് ആണ് ഇത്. മോർ ദാൻ കിച്ചൺ ക്ലീനിങ് അടുത്ത ദിവസത്തേക്കുള്ള നമ്മുടെ ഒരു പ്രിപ്പറേഷനാണ്, കിച്ചണിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ എല്ലായിടം തുടച്ച് വൃത്തിയാക്കി. ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയ തവ മാത്രം വാഷ് ചെയ്യാനെടുത്തില്ല, അതൊന്നും കൂടി ചൂടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനും കുടിക്കാനുമുള്ള വെള്ളമൊക്കെ ഞാൻ ഫിൽറ്ററിൽ നിന്ന് നിറച്ചും കൂടി വെക്കുക. അതാകുമ്പോൾ രാവിലെ ആ ഒരു പണിയില്ല, കുക്ക് ചെയ്യാൻ നേരം ഈ പാത്രത്തിൽ നിന്ന് വെള്ളം എടുത്താൽ മതി. അപ്പം പതുക്കെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇപ്പോഴത്തേക്കും ചെറു വന്നു. അപ്പോൾ പിന്നെ ഞാൻ ചപ്പാത്തിയും ഉടനെ തന്നെ ചൂടാക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാകുമ്പം എനിക്ക് കുറച്ചും കൂടി പെട്ടെന്ന് പണി തീരും. ആ പ്ലേറ്റും ഒക്കെ പിന്നെ കൊണ്ടുപോയി സിങ്കിലങ്ങ് ഇടാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നോർമലി എൻ്റെ ഒരു വീക്ക് ഡേ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചെറു വന്നല്ലോ, ഇപ്പോൾ വിളക്കൊക്കെ കെടുത്തി ലൈറ്റൊക്കെ ഓഫ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. സോ അതെ, ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു കുട്ടി വിശേഷം. അപ്പോൾ ഈ കടച്ചക്ക കറി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ എൻ്റെ മോനെ ഉറക്കണം, അതാണ് ഏറ്റവും വലിയ ജോലി. മോനെ ഉറക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ചെയ്യുന്ന പണിയാണ് വീടിനുറക്കുക. അതായത് എല്ലാ ലൈറ്റും ഓഫ് ചെയ്യും. അത് വളരെ ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ശീലിപ്പിച്ചൊരു കാര്യമാണ്. ലിവിങ് റൂമിലെ എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ടാണ് അവനെ കൊണ്ടുപോയി ഉറക്കുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു നല്ല വ്ളോഗിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അഗെയിൻ. ബൈ.